മനുഷ്യരായ നമ്മൾക്കെല്ലാവർക്കും കോപം മുമ്പിലാണ്. നമ്മളോട് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഒഴിവ് വാങ്ങിക്കുന്ന ആളുണ്ട്. ഞാനൊരു മുൻകോപിയാണെന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. എന്താണ് ഈ കോപം? എങ്ങനെ വരുന്നു ഈ കോപം? കോപി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആങ്കർ മനുഷ്യനെ ഭരിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ബ്രെയിനിലേക്ക് സെൻസറി നെർവ്സിൽ കൂടി, സ്പൈനൽ കോഡിൽ കൂടി നമ്മുടെ തലയിൽ ഇൻഫർമേഷൻ ചെല്ലുന്നു. നമ്മൾ പ്രതികരിക്കുന്നു. പ്രതികരണമെന്ന് മാത്രം ഒരു വാക്കല്ല മലയാളത്തിലുള്ളത്. പ്രതിചേഷ്ടയുണ്ട്, പ്രതിസ്പന്ദനമുണ്ട്. പ്രതിചേഷ്ട എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവനെ വെച്ചോണ്ടിരിക്കാക്കത്തില്ല, ശരിപ്പെടുത്തണം. അങ്ങനെ ഒരു കോപം പ്രതിചേഷ്ടയാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഇവനൊട്ടൊരു പണി കൊടുത്തേ പറ്റൂ. അതാണ് പ്രതിചേഷ്ട. പ്രതിസ്പന്ദനം എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള റെസ്പോൺസാണ്. പ്രതിചേഷ്ടയിൽ നമ്മുടെ ബ്രെയിനിലുള്ള വേവ്സ് ഇങ്ങനെ ബീറ്റ വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നമ്മുടെ ബ്രെയിൻ വേവ് ചെയ്യും. പക്ഷേ പ്രതിസ്പന്ദനത്തിൽ നമ്മുടെ ബ്രെയിനിൽ നിന്നും ശാന്തമായ വേവ്സ് ഉണ്ടാകണം. അങ്ങനെ ശാന്തതയിലേക്ക് നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും എല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ കൂടി മാത്രമേ പ്രതിസ്പന്ദനം നടക്കുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് പ്രതിസ്പന്ദനത്തിന് നമുക്ക് തയ്യാറാകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? അത് റിയലി അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ചിന്തിക്കാൻ ഒരല്പസമയം എടുക്കണം. പണ്ടുള്ളവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ദേഷ്യം വരുമ്പോൾ 1 മുതൽ 10 വരെയെങ്കിലും എണ്ണണമെന്ന് പറയത്തില്ല. അത് ചിന്തിക്കാനുള്ള സമയം എടുക്കാനാണ്. ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്നേഹം വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിസ്പന്ദനത്തിലേക്ക് പോകുന്നതിനും തലച്ചോറിൽ നിന്ന് വരുന്ന വേവ്സ് ആൽഫ വേവ്സ് ആയിട്ട് ശാന്തമായ വേവ്സ് ആയിട്ടും പോകുന്നതിന് സാധിക്കും. കോപമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. റിയാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് നമുക്ക്. ഇവനിട്ടൊന്ന് കൊടുക്കാം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നടന്നാൽ പിന്നെ വരുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകും. ഒരടി കിട്ടുന്നവൻ വെറുതെ പോകത്തില്ലല്ലോ. അവൻ 2 പേരെ വാടകയ്ക്ക് ഇപ്പോൾ ആവശ്യം പോലെ ആളുകളെ കിട്ടും, കൊണ്ടുവന്ന് ഇവനിട്ട് 2 കൊടുക്കാമെന്നും പറഞ്ഞ് അവർ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ കോപത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ്റെ ആവാസം ഉണ്ടാകണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണിത്. സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അപരനാമമാണ്. സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്നേഹസ്പന്ദനം നമുക്ക് നടക്കും. റിയാക്ഷനിലേക്ക് നമ്മൾ പോകില്ല. സാധാരണ മനുഷ്യൻ റിയാക്ഷനിലേക്ക് പോകുന്നത് ഹൃദയത്തിൽ എവിടെയോ ചിരി നഷ്ടപ്പെട്ടു, എവിടെയോ സ്നേഹം നഷ്ടപ്പെട്ടു, എവിടെയോ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ട്, പറയുന്നത് ശരിയല്ലെങ്കിലും മൃഗസ്വഭാവം ആയി പോകുന്നു. നമ്മൾക്ക് മൃഗീയമായ രീതിയിൽ നമ്മൾ പെരുമാറുന്നു, റിയാക്ട് ചെയ്യുന്നു, ചേഷ്ടകൾ കാണിക്കുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ്. അതിലേക്കൊന്നും പോകാതിരിക്കണമെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന സ്നേഹത്തിനോട് ചോദിക്കുക, ഞാൻ എങ്ങനെയാണ് ഈ ആളിനോട് സംസാരിക്കേണ്ടത്? ശാന്തമായിട്ട് വേണോ അതോ അടിയുണ്ടാക്കണോ? അപ്പം നമ്മുടെ ചെവിയിലൊരു മന്ത്രം കേൾക്കും, ശാന്തമായിരിക്കും, ശാന്തമായിരിക്കും, പോട്ടെ, എല്ലാം ശരിയാകും, ശാന്തമായിരിക്കൂ, ശാന്തമായി ഇടപെടൂ, ഒന്ന് ചിരിക്കാൻ സാധിച്ചാൽ ഈ പ്രോബ്ലം എല്ലാം മാറിക്കിട്ടും എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സ്നേഹം നമ്മളോട് പറയും. അതിന് നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്.